ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ഗോബി മഞ്ചൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗോബിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണുന്നത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഗോബി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ടത് കോളിഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി കട്ട് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ആ കോളിഫ്ലവറിനെ അതിലേക്കിട്ട് ഒരു പകുതി വേഗോളം നമ്മളതിനെ വേവിച്ചെടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടരുത്, ഒരു പകുതി ഭാഗം മാത്രമേ ആവാൻ പാടുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തേക്ക് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട്, ഒരു തുള്ളി മതി കാരണം നമ്മൾ ഓൾറെഡി വേവിച്ചപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് ആ കോളിഫ്ലവറിന് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കോളിഫ്ലവർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തതാണ്, ഇതിപ്പം ആദ്യത്തെ ട്രിപ്പാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണിത് രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒറ്റ തവണ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും അതൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടത്തില്ല, ഒരു ക്രിസ്പി ആയിട്ട് കിട്ടില്ല, നന്നായിട്ട് മുരിഞ്ഞു കിട്ടും കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ, ഞാൻ അതേ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കെച്ചപ്പും സോയാ സോസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം അത് കുറച്ച് ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. ഒഴിച്ചതിന് ശേഷം കുറച്ച് സോയാ സോസും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില അങ്ങനെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കോളിഫ്ലവർ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അത് നമുക്ക് നല്ലൊരു ഗോബി റെഡി ആയി കിട്ടിയിട്ടുണ്ട്, ഈസി ആയിട്ട് ചെയ്യാം. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.